ഹായ്, നമസ്കാരം. നമ്മൾ പ്രായമായി വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും മറന്നു പോകുന്ന അനുഭവം ഉണ്ടാവാറില്ലേ? അതായത് നമ്മൾ ചില ആളുകളെ കണ്ടാൽ ആളുടെ പേര് മറന്നു പോവുക, ആളെ എവിടെയാണ് കണ്ടത് എന്ന കാര്യം മറന്നു പോവുക. അതുപോലെ നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമ്മുടെ ബ്രെയിനിന്റെ കഴിവ് കുറഞ്ഞു വരുന്നത് കൊണ്ടാണ്. അത് ബ്രെയിനിനെ നമ്മളൊരു വാഹനവുമായി കമ്പയർ ചെയ്ത് നോക്കുക. അതായത് വാഹനം പഴകുന്നതിനനുസരിച്ച് കൃത്യമായ സർവീസ് ഒന്നും ചെയ്തില്ലെങ്കിൽ വാഹനത്തിന് മിസ്സിങ് സംഭവിക്കും. അതുപോലെ സ്റ്റാർട്ടിങ് ട്രബിൾ വരിക, ഇന്ധനക്ഷമത കുറയുക തുടങ്ങിയവ സംഭവിക്കാറില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനവും. നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനം പ്രായമാവുമ്പോഴും നല്ല രീതിയിൽ നിലനിർത്തുന്നതിന് വളരെ അത്യാവശ്യമായിട്ടുള്ള 5 ശീലങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ ശീലങ്ങൾ നിങ്ങൾ നിലനിർത്തി കഴിഞ്ഞാൽ ബ്രെയിനിന് എപ്പോഴും യുവത്വം നിലനിർത്താൻ കഴിയും. ഒന്നാമത്തേത് നമ്മൾ കൗതുകമുള്ളവരാവുക എന്നതാണ്. അതായത് നമ്മൾ സാധാരണ ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ലേ, അവര് തുടക്കത്തിൽ പല കാര്യങ്ങളും ഓരോന്നിനെ പറ്റിയും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതായത് ഇതെന്താ ഈ കളർ ഇങ്ങനെ ആയത്, ഇതെന്തുകൊണ്ടാണ് തുറക്കാൻ പറ്റാത്തത്, ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത്, എങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മൾ പ്രായമാകുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഈ കൗതുകം നഷ്ടപ്പെടും, ഒരു അലസത പോലെ വരും. അപ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്ത് കാര്യം കണ്ടാലും നമുക്ക് ഒരു കൗതുകത്തോടു കൂടി അതിനെ നോക്കുക. അത് എന്തുകൊണ്ട് അത് അങ്ങനെ സംഭവിച്ചു, ആ ആളുകൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്, അങ്ങനെ കാര്യങ്ങൾ നമ്മൾ കൗതുകത്തോടു കൂടി നോക്കി കാണാൻ ശ്രമിക്കുക. ഇങ്ങനെ കൗതുകം ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും ബ്രെയിൻ ആക്റ്റീവ് ആവുകയും ചെയ്യും. അടുത്ത കാര്യം, സ്ഥിരമായി എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുക എന്നതാണ്. അതായത് എല്ലാ ദിവസവും ചെറിയ ഒരു പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിച്ച് നോക്കുക. അതായത് വല്ല പുസ്തകം വായിക്കുക, പുതിയ വാക്കുകൾ പഠിക്കുക, വേറെ ഏതെങ്കിലും ഭാഷ പഠിക്കുക, അതല്ലെങ്കിൽ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നത് പഠിക്കുക തുടങ്ങി. അങ്ങനെ ഓരോന്ന് പുതിയത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് കൂടുതൽ ആക്റ്റീവ് ആവുകയും കൂടുതൽ ന്യൂറോ കണക്ഷൻസ് രൂപപ്പെടുകയും ബ്രെയിൻ എപ്പോഴും നല്ല ഊർജ്ജസ്വലമായി നിലനിൽക്കുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഉറക്കമാണ്. കൃത്യമായ ഉറക്കം, അതായത് 7 മുതൽ 8 മണിക്കൂർ വരെയുള്ള സ്ഥിരമായി നല്ല ഉറക്കം നമുക്ക് വേണം. നമ്മൾ പകൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്താണ് ബ്രെയിന് അടുക്കും ചിട്ടയോടുകൂടി സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ കൃത്യമായ ഒരു ഉറക്കം നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഈ ഇന്ന് പഠിച്ച കാര്യം വീണ്ടും നമുക്ക് അടുത്ത ദിവസം പഠിക്കുമ്പോൾ അത് ഓവർ റൈറ്റ് ആയി പോകുന്ന രീതിയിലാണ് സംഭവിക്കുക. അതുകൊണ്ട് കൃത്യമായ ഒരു ഉറക്കം നമ്മൾ ശീലമാക്കണം. നാലാമത്തെ കാര്യം, നമ്മൾ മറ്റുള്ള അവയവങ്ങളെ പോലെ തന്നെ ബ്രെയിനും ഒരു അവയവമാണ്. അത് മസിലുകളെ പോലെ തന്നെയാണ്. അതിന് കൃത്യമായ എക്സസൈസ് വേണം, അതിന് കൃത്യമായ പ്രോട്ടീൻ പോലുള്ള ഭക്ഷണങ്ങൾ വേണം. ബ്രെയിനാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവമാണെങ്കിലും ശരീരത്തിലെ 20% ഓക്സിജന്റെയും ബ്ലഡിന്റെയും ഒക്കെ സർക്കുലേഷൻ ആവശ്യമുള്ളത് നമ്മുടെ ബ്രെയിനിനാണ്. അത് കുറഞ്ഞു വരുമ്പോൾ ബ്രെയിനിന്റെ ഫംഗ്ഷനും കുറഞ്ഞു വരും സാവധാനം. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് നല്ല ഭക്ഷണം കഴിക്കുക. അതായത് പച്ചക്കറി, അതുപോലെ ഫ്രൂട്ട്സ്, പിന്നെ ഒമേഗ 3 അടങ്ങിയ മീന്, ഇറച്ചി പോലുള്ളവ കഴിക്കുക സ്ഥിരമായിട്ട്. അതുപോലെ തന്നെ നമ്മൾ നന്നായി വർക്കൗട്ട് ചെയ്ത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും തലച്ചോറിലേക്ക് കൂടുതൽ രക്തം വരികയും ഓക്സിജൻ കൂടുതൽ ലഭിക്കുകയും കൂടുതൽ മിനറൽസും വിറ്റാമിൻസും ഒക്കെ ശരീരത്തിലേക്ക് ബ്രെയിനിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ ബ്രെയിൻ കൂടുതൽ ആക്റ്റീവ് ആവാൻ തുടങ്ങും. അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സോഷ്യലി, അതായത് മനുഷ്യൻ എപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ഒരു സൃഷ്ടിയല്ല. മനുഷ്യൻ എപ്പോഴും ഒന്നിച്ച് സാമൂഹികമായ ബന്ധങ്ങളിലൂടെയാണ് വളർന്നു വരുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുമായി കൂടുതൽ ഇടപഴകുക, മറ്റുള്ളവരുമായി സംസാരിക്കുക, അവർ പറയുന്നത് കൃത്യമായി കേൾക്കുക, അവർക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിനകത്ത് കൂടുതൽ ആക്ടിവിറ്റി നടക്കും. നമുക്ക് ഒരു കാര്യം ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ ഏറ്റവും നല്ല മാർഗം ആ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നതാണ്. ഓരോ പ്രാവശ്യം നമ്മൾ പഠിപ്പിക്കുന്ന സമയത്തും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ, കൗതുകം, അതുപോലെ സ്ഥിരമായി പഠിക്കുക, നല്ല രീതിയിൽ ഉറങ്ങുക, നല്ല ഭക്ഷണം കഴിക്കുക, സാമൂഹികമായി ഇടപഴകുക തുടങ്ങിയവ നമ്മുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റിയെ വളരെ അധികം നിലനിർത്തും. അതുകൊണ്ട് ഇന്ന് തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു ശീലങ്ങൾ അല്ലെങ്കിൽ എല്ലാ ശീലവും ഇന്ന് തന്നെ തുടങ്ങാൻ ശ്രമിക്കുക. നിങ്ങളുടെ ബ്രെയിൻ ആക്ടിവിറ്റി നന്നായി ഇരിക്കും, നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനും കഴിയും എന്ന് പ്രതീക്ഷിക്കുക. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക.